ഇതിന്റെ മുമ്പിലത്തെ ഒരു വീഡിയോയില് ഞാൻ പല്ല് പറിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പല്ല് പറിക്കുന്നതിന് മുമ്പും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടേ പല്ല് പറിക്കാനായിട്ട് ഒരു ഡെന്റൽ ക്ലിനിക്കിൽ പോകാവുള്ളൂ. അതപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ നന്നായിട്ട് 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂറിനുള്ളിൽ നന്നായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഏതെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ആ മരുന്നിന്റെ കഴിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോക്ടറോട് പറയുക. നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ ആ മരുന്ന് തന്നെ എടുത്തുകൊണ്ട് പോകുക. അതിന്റെ കുറിപ്പടിയും കൊണ്ട് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ആ മരുന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഡയബറ്റിക്കോ അല്ലെങ്കിൽ ഹാർട്ടിന് മരുന്നോ കഴിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ BP ചെക്ക് ചെയ്തിട്ട് പോകുന്നതാണെങ്കിൽ നിങ്ങളുടെ സമയം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോവുക. ഹാർട്ടിന്റെ ഗുളിക കഴിക്കുന്നവര് ഒരു 2 വർഷത്തിന് മുകളിലായവരാണെങ്കിൽ നിങ്ങൾക്ക് ആ 5 ദിവസം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ട ഗുളികയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ആ 5 ദിവസം കഴിക്കേണ്ട, നിങ്ങളെ രക്തം കട്ടയാവാതിരിക്കാനുള്ള ഗുളികകൾ മാത്രം സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം. അത് നിർബന്ധമായിട്ട് ഡോക്ടറോട് സംസാരിക്കുകയും വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിഷ്യന്റെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ മേടിച്ചിട്ട് പോകണം. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പൊ പ്രഗ്നന്റ് ആവാനോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ ആ കാര്യം മെൻഷൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലരും തൈറോയിഡിന് ഗുളിക കഴിക്കുന്നവർ ഇത് പറയാറില്ല. തൈറോയിഡിന് ഗുളിക കഴിക്കുന്നവരോ നിങ്ങൾക്ക് കിഡ്നിയോ ലിവറിന്റെ എന്തെങ്കിലും അസുഖമുള്ളവര് നിർബന്ധമായിട്ടും ഒരു ഫിസിഷ്യന്റെ അടുത്തുനിന്ന് പോയി അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഒരു കൺസേൺഡ് ലെറ്റർ മേടിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. കാരണം അൺഎക്സ്പെക്ടഡ് കോംപ്ലിക്കേഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ലിവർ ഡാമേജ് ആയിട്ടുള്ളവർ, അതിന് കൂടുതൽ മരുന്ന് കഴിക്കുന്നവരുടെ അടുത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ബ്ലീഡിങ് നിൽക്കാതെ വരുന്നതും അതിന്റെ ഫാക്ടേഴ്സും കുറഞ്ഞു പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നതാണോ 1 മാസത്തിനുള്ളിൽ വേറെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് അത് പറയുകയോ ആ മരുന്ന് തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഇനി ക്യാൻസർ ആണെങ്കിൽ പോലും കുറെ വർഷങ്ങളായിട്ട് ആണെങ്കിൽ പോലും ആ കാര്യം മെൻഷൻ ചെയ്യാനായിട്ട് ഒരു മടിയും വിചാരിക്കരുത്. കാരണം ഇതിനൊന്നും പല്ല് പറിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ ഇത് അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സിനെ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആ ഡോക്ടറിന് അതിന് വേണ്ട മരുന്നുകളും വൈറ്റമിൻസും തന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർക്കുക, എന്ത് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് ഡോക്ടറോട് പറയും. മരുന്നുകൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുകയും ചെയ്യണം. നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.